പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെ കുറിച്ച് നേരത്തെയും പല ആവർത്തി സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഈ അടുത്ത സമയത്ത് ഒരു മീഡിയയിലും ഇതിനെക്കുറിച്ചൊരു വാർത്ത വന്നു. ആ വാർത്ത നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു വാഹനം, ഒരു സ്വകാര്യ വ്യക്തിയുടെ വാഹനം, ആ വാഹനം KSRTC ബസ്സുകളെ മറച്ചു നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് സർവീസ് നടത്താൻ അനുവദിക്കാത്ത രീതിയിൽ ഉള്ള പ്രവൃത്തിയാണ് ചെയ്തതെന്നും നമ്മൾ പല ആവർത്തി പറഞ്ഞു. ആ ബസ്സിനെതിരെ പരാതി കൊടുത്ത കൊട്ടാരക്കര ഡിപ്പോയിലെ DTO ആയിരുന്ന ആളിനെ ഒരു രാത്രി കൊണ്ട് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റിയ വിവരവും നിങ്ങൾ അറിഞ്ഞു കാണും. അതിൻ്റെ വിശദീകരണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ ഈ വാഹനം ഇപ്പോഴും നിരത്തിൽ സുഗമമായി സർവീസ് നടത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രമുഖ ചാനലിൽ ഇതിനെക്കുറിച്ച് വാർത്ത വന്നത്. നിയമവിരുദ്ധമായി വൈറ്റില ഹബ്ബിൽ KSRTC ബസ്സുകളുടെ പിറവിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ബസ്സിൽ നിന്ന് പോലും ആളിനെ വിളിച്ചിറക്കി അവിടെ നിന്ന് യാത്രക്കാരെ കൊണ്ടുപോവുകയാണ്. KSRTC ബസ് സ്റ്റാൻഡുകളിൽ പോലും വിളിച്ചു നിർത്തി ആളിനെ കയറ്റിക്കൊണ്ടുപോകുന്ന ദയനീയ അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നുണ്ട് KV ഗണേഷ് കുമാർ അവരുടെ വണ്ടിയാണെന്നോ സ്വത്താണെന്നോ മുതലാണെന്നോ, അതിനകത്തോടൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇത് നിയമവിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോകൾ, മുൻകാലങ്ങളിൽ ചെയ്ത വീഡിയോകളിലെല്ലാം അതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാര്യം എത്ര മിളച്ചമായ രീതിയിലാണ് അതിനകത്ത് കമൻറ്റുകൾ എഴുതിയിരിക്കുന്നത് നോക്കിക്കോണം. കാര്യം ഒരു പൊതുസ്ഥാപനത്തെ നശിപ്പിക്കുന്നതിന് ഒരു സ്വകാര്യ വ്യക്തിയുടെ ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, അപ്പോൾ അവർ കാശ് കൊടുത്ത് ആളുകളെ വെച്ച് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്തുമാത്രം അസഭ്യ വർഷങ്ങളാണ് എഴുതിയത്. അപ്പോൾ KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അധികാരത്തിലിരിക്കുന്ന ആളുകൾ ആരും ഈ ബസ്സിനെതിരെ പരാതി പറയാൻ തയ്യാറല്ല. കാരണം കൊട്ടാരക്കര DTOയുടെ അവസ്ഥ ഓർത്തിട്ടാണ് ബാക്കിയുള്ള DTOമാരും സുഖമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. KSRTCയുടെ ഡിപ്പോയ്ക്കകത്ത് പോലും കയറ്റി നിർത്തി, അല്ലെങ്കിൽ KSRTC ബസ്സിന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഈ ബസ് സർവീസ് നടത്തുന്നു. ജീവനക്കാരായ ഞങ്ങൾക്ക് പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതിനെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ, ബഹുമാനപ്പെട്ട കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകിൽ ശരണ്യ ബസ്സിന് KSRTC ഡിപ്പോയിൽ കയറി ആളെടുക്കാനുള്ള അനുമതി കൊടുക്കുകയും KSRTC പിൻവലിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ KSRTCയെ മാന്യമായി സർവീസ് നടത്താൻ അനുവദിക്കുക, ജീവനക്കാരെ ജോലി ചെയ്യാൻ അനുവദിക്കുക. ഇത് ഈ മാധ്യമത്തിൽ ഈ വാർത്ത വന്നിട്ട് പോലും താങ്കൾ നടപടി എടുത്തതായി ഇന്ന് വരെ നടപടി എടുത്തതായി എൻ്റെ അറിവിലില്ല. ഈ അറിവ് പരിമിതമായ അറിവിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് ശരിയല്ല. എത്ര കാലം മുന്നോട്ട് പോകും? ഇവിടെ റോബിൻ ബസ് എന്താണ് സംഭവിച്ചത്? റോബിൻ ബസ് ഇപ്പോൾ ആവശ്യം പോലെ സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അതായത് KSRTC എന്ന പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് താങ്കൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ ജനങ്ങളോട് പറയുന്ന വാക്കുകൾ അതിനകത്ത് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ എങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. കാരണം എല്ലാ ഡ്രൈവർമാരും, ഇതുമായി ബുദ്ധിമുട്ടുമെന്ന എല്ലാ ഡ്രൈവർമാരും ഞങ്ങളെ വിളിച്ച് പറയുന്നത് ഈ വിഷയത്തിനൊരു പരിഹാരം കാണണം എന്നുള്ള രീതിയിൽ വെൽഫെയർ അസോസിയേഷൻ്റെ നേതാക്കളെ വിളിച്ച് അവർ പറയുന്നതിൻ്റെ പേരിലാണ് വീണ്ടും ഞങ്ങൾ ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നതും ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്നതും. അദ്ദേഹത്തിനോടോ ഈ ശരണ്യ ബസ്സിൻ്റെ മുതലാളിയോടോ ജീവനക്കാരോടോ ഞങ്ങൾക്ക് യാതൊരു പരാതിയും പരിഭവമില്ല. കാരണം അവർ ജോലി ചെയ്യുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടി. പക്ഷേ ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളത് ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും ഈ പറയപ്പെടുന്ന ബസ്സിൻ്റെ ജീവനക്കാരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ഞങ്ങളെ ഡ്യൂട്ടിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങളുടെ മേലധികാരികൾ ഇത് ചോദ്യം ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്താൽ പോലും, ഈ വണ്ടികൾ പിടിച്ചിട്ടാൽ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ആ വണ്ടി ഇറക്കിക്കൊണ്ടുപോകുന്ന ദയനീയ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ജീവനക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ പരാതി ഉളവാക്കുന്ന രീതിയിലാണ് നിലവിലും ഈ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉചിതമായ നടപടി സ്വീകരിക്കാൻ വെൽഫെയർ അസോസിയേഷൻ എന്ന പേരിൽ, സംഘടനയുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. Thank you.